ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യം എങ്ങനെയാവണം എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയമെന്ന് വടകര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KK ശൈലജ തലശ്ശേരി പ്രസ് ഫോറം സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഇന്ത്യയുടെ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടി. 20 മണ്ഡലങ്ങളിൽ നിന്നും LDF അംഗങ്ങൾ ഉണ്ടാവണമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും KK ശൈലജ പറഞ്ഞു. കേരളം വികസന രംഗത്ത് വലിയ പുരോഗതി കൈവരിച്ചു. കേരളത്തിന് അർഹതപ്പെട്ട നികുതി വിഹിതം ലഭിക്കാത്തത് വലിയ വിഷയമാണ്. രാജ്യത്തെ അന്വേഷണ ഏജൻസികളുടെ സ്വതന്ത്രമായ പ്രവർത്തനത്തിനെതിരെയുള്ള ഇടപെടലാണ് നടക്കുന്നതെന്നും അവർ പറഞ്ഞു. തലശ്ശേരി മൈസൂർ റെയിൽവേ നിലവിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് താനെന്നും ശൈലജ പറഞ്ഞു. BJP ആയാൽ പിന്നെ എല്ലാ കുറ്റകൃത്യവും അന്ന് തന്നെ തീർന്നു എന്നുള്ള മട്ടിൽ ഏതെങ്കിലും എത്രയോ നേതാക്കന്മാർ അവർ ഭയപ്പെടുത്തിയിട്ട് BJP ചെന്ന് ചേർന്നാൽ പിന്നെ ED അന്വേഷണം ഇല്ല. അതുകൊണ്ട് സ്വതന്ത്രമായ അന്വേഷണം അല്ല നടക്കുന്നത്, ഇൻറ്റൻഷനലായിട്ടുള്ള ഇടപെടലാണ്. ഉദ്ദേശപരമായിട്ട് എതിരാളികളെ കീഴ്പ്പെടുത്താൻ വേണ്ടി കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തുന്നു എന്ന തോന്നൽ തന്നെയാണ് ജനങ്ങൾക്കുണ്ടാകുന്നത്. ഞാനിപ്പോഴും തലശ്ശേരി മൈസൂർ റെയിൽവേ നിലവിൽ വരണം എന്ന ആഗ്രഹമുള്ള ആളാണ്. അത് വേറെ ഏതെങ്കിലും ഒരു പാത ഇല്ലാണ്ടാക്കിയിട്ടില്ല. നഞ്ചങ്കോട് നിലമ്പൂരൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ആ പാതകളും വേണം. അത് എടുത്തിട്ട് ഇങ്ങോട്ട് തരാനൊന്നുമല്ല. തലശ്ശേരി മൈസൂർ റെയിൽവേ എനിക്ക് വൈകാരികമായിട്ട് തന്നെ അതിനോടൊരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ വീട് ഇരിട്ടിക്കടുത്തുള്ള ഒരു സ്ഥലത്താണ്, മാടത്തിൽ. ഞങ്ങളുടെ വീടിൻ്റെ പിന്നാമ്പുറത്ത് ഒരു കുറ്റി ഉണ്ടായിരുന്നു. പണ്ട് ബ്രിട്ടീഷുകാരുടെ സമയത്ത് ലാൻഡ് അക്വസിഷന് വേണ്ടിയിട്ട് അവർ സർവേ നടത്തിയിട്ട് റെയിൽവേ കുറ്റി നമ്മൾ പറഞ്ഞിരുന്നതിന്. അപ്പോൾ എൻ്റെ കുട്ടിക്കാലം മുതലേ ഞാൻ കാണുന്നത് അതിൽ അപ്പോൾ ഇങ്ങനെ സ്വപ്നം കാണുമായിരുന്നു, വീട്ടിൻ്റെ പിന്നിലൂടെ നാളെ തീവണ്ടി ഇങ്ങനെ മൈസൂരേക്ക് പോകും എന്നൊക്കെ സ്വപ്നം കാണാറുണ്ട്. മാത്രമല്ല അത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ മലബാർ മേഖലയാകെ മൈസൂരൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്താൻ കഴിയുന്ന ഒരു നല്ല പാതയായിരിക്കും അത് വരുന്നത് വളരെ ഉചിതമായിരിക്കുമെന്നുള്ള അഭിപ്രായം ഉണ്ട്. ഏതായാലും അതിന് വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളുടെ കൂടെ ഞാൻ അതിനു വേണ്ടി പരിശ്രമിക്കും. പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്തർ അധ്യക്ഷനായി. സെക്രട്ടറി അനീഷ് പാതിരാട്, കാരായി രാജൻ, MC പവിത്രൻ, N സിറാജുദ്ദീൻ എന്നിവർ സംബന്ധിച്ചു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.